പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അതുപോലെ ചെയ്യാൻ നമ്മൾക്ക് വലിയ ഇൻട്രസ്റ്റ് വരുന്നില്ല. സോ ഇങ്ങനെ ഇൻട്രസ്റ്റ് വരാത്തത് കൊണ്ടും നമ്മൾ അത് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും നമ്മൾക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ മെസ്സേജിൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇത് അറേഷ്യൻ ഷെയിൻ .in മിനിസ്ട്രീസിന്റെ യൂട്യൂബ് ചാനൽ മലയാളം വെർഷൻ. ഞാൻ കർത്തരിൽ പ്രിയപ്പെട്ട സഹോദരൻ. വരൂ, ഇന്നത്തെ മെസ്സേജിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവം നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ദൈവഹിതപ്രകാരം നമ്മൾ നടത്തുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് അത് ഒത്തുപോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ആ വഴിയിൽ ട്രാവൽ ചെയ്യാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല. സോ ഇങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ഗിദിയോൻ എന്നുള്ള മനുഷ്യൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ഗിദിയോനോട് ദൈവദൂതൻ നേരിട്ട് പോയിട്ട് പറയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്റെ കൂടെ ഉണ്ട് എന്ന് അവൻ പറയുന്നു. സോ ആ ദൈവദൂതൻ ഇങ്ങനെ പറയുമ്പോൾ ഈ ഗിദിയോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വലിയ പരാക്രമശാലിയോ വലിയ യുദ്ധവീരനോ ഒന്നുമല്ല, മറിച്ച് അവൻ ഭയങ്കര ഒരു പേടിത്തൊണ്ടൻ എന്ന് പറയാം. എന്താ വെച്ചാൽ മീദിയാൻ ജനങ്ങളുടെ കയ്യിൽ ദൈവം ഇസ്രായേൽ ജനങ്ങളെ ഏൽപ്പിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അവർ ചെയ്ത ക്രിയകൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പണിഷ്മെന്റ് ആയിട്ട് ഈ മിദ്യാനിയരുടെ കയ്യിൽ ദൈവം ഇസ്രായേൽ ജനങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഇസ്രായേൽ ജനങ്ങൾ അവരുടെ വ്യവസായങ്ങളെല്ലാം പണികളെല്ലാം കഴിഞ്ഞ് അതിന്റെ ലാസ്റ്റ് പോയിന്റിൽ അവർ വന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകും. അതുപോലെ പശുക്കളായാലും ശരി, മൃഗജന്തുക്കളായാലും ശരി, എല്ലാം തന്നെ അവർ വളർത്തി എല്ലാം ശരിയാക്കി വരുമ്പോൾ അവരെ വളരാൻ വിടുന്നില്ല. അതിന്റെ നല്ല കാര്യങ്ങളെല്ലാം തന്നെ ഈ മീദിയാനിയൻ പീപ്പിൾസ് വന്ന് എടുത്തിട്ട് പോവുകയാണ്. സോ ഇതുകൊണ്ട് തന്നെ ഈ ഗിദിയോൻ എന്ന് പറയുന്ന ആള് അവിടെ നിന്ന് അവരുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും തനിക്കുള്ള ആ ഓഹരി മിസ്സാകരുത്, അല്ലെങ്കിൽ തനിക്കുള്ള ആ ഗോതമ്പ് മിസ്സാകരുത് എന്ന് പറഞ്ഞ് അവർക്ക് അറിയാതെ രഹസ്യമായി അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പാക്ക് ചെയ്ത് അത് കൊണ്ടുപോകാനുള്ള ഏർപ്പാടിലാണ് ഈ ഗിദിയോൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് ഈ ദൈവദൂതൻ പോയി പരാക്രമശാലി എന്ന് വിളിക്കുന്നത്. സോ നല്ലൊരു പേടിത്തൊണ്ടനെ കണ്ട് യഹോവയുടെ ദൂതൻ പറയുകയാണ്, പരാക്രമശാലിയെ, കർത്താവ് നിന്റെ കൂടെ ഉണ്ട് എന്ന്. ഗിദിയോന് തന്നെ കറക്റ്റായിട്ട് അറിയാം താൻ ഒരു വലിയ പരാക്രമശാലി അല്ല. തനിക്ക് യുദ്ധത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ശത്രുവിനെ നേരിട്ട് അങ്ങ് പോയി അവനോട് യുദ്ധം ചെയ്യുവാനോ അല്ലെങ്കിൽ അവനുമായിട്ട് ഏറ്റുമുട്ടാനോ ഉള്ള കറക്റ്റുള്ള കഴിവ് പോലും തനിക്ക് ഇല്ല എന്ന് ഭയന്നാണ് അവൻ രഹസ്യമായി കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു മനുഷ്യനോട് ദൈവം അപ്രോച്ച് ചെയ്യുന്നത് പരാക്രമശാലിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തു നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ നമ്മുടെ മേൽ കോൺഫിഡന്റ് ഇല്ല. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ഇത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുന്നു എനിക്ക് തോന്നുന്നില്ല, എന്റെ കാര്യങ്ങൾ എനിക്ക് അത്ര കഴിവില്ല, എനിക്ക് അത്രയ്ക്ക് പറ്റുമെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ്. സോ നമ്മൾക്ക് ഈ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളെ കാര്യം മാത്രം നോക്കി രഹസ്യമായി പോവുക എന്നുള്ള രീതിയിലാണ് ഗിദിയോൻ ചെയ്യുന്നത്. പക്ഷെ ആ മനുഷ്യനെയാണ് ദൈവം സെലക്ട് ചെയ്തിട്ട് ഇസ്രായേലെ വിടുവിക്കാൻ വേണ്ടിയുള്ള ഒരു നേതാവായി ഒരു ജഡ്ജായിട്ട്, ഒരു ന്യായാധിപനായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത് ഗിദിയോനെയാണ്. സോ ഇതുപോലെ നമ്മളെ പലപ്പോഴും ദൈവം സെലക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ്. നമ്മൾക്ക് തന്നെ നമ്മളുടെ മേലെ കോൺഫിഡന്റ് ഇല്ലാത്ത സമയത്താണ് ദൈവം നമ്മളെ സെലക്ട് ചെയ്തിട്ട് ഇന്ന കാര്യം നീ ചെയ്യണം എന്ന് നമ്മളെ ഏൽപ്പിക്കുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പോൾ അവനൊരു പേടിത്തൊണ്ടനാണെന്നുള്ളത് നമ്മൾ നിറയെ കാര്യം അടുത്തു വരുന്ന കാര്യങ്ങൾ, സംഭവങ്ങൾ മുഴുവൻ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ലാസ്റ്റ് എൻഡ് വരെയും ഈവൻ മിദ്യാനുകൾ അവരുടെ കൂടെ യുദ്ധത്തിന് വേണ്ടി പോണതിന് കുറച്ച് മുമ്പ്, ഒരു രാത്രിക്ക് മുമ്പ് വരെയും അവന് ആ ഡൗട്ട് ഉണ്ടായിരുന്നു, ദൈവം എന്റെ കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ തന്നെയാണോ നേതൃത്വം ചെയ്ത് ഇവരെല്ലാം നടത്തേണ്ടത് എന്നുള്ള ആ ഭയം ഉണ്ടായിരുന്നു. ലാസ്റ്റിൽ ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ടെന്റിൽ അവർ വർത്താനം പറഞ്ഞ് അവർ രണ്ടുപേരും രണ്ടുപേരും സംസാരിക്കുന്ന ഒരു സ്വപ്നത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കേട്ട ശേഷമാണ് ഗിദിയോന്റെ ഹൃദയത്തിൽ ആ ധൈര്യം വരുന്നത്.
അപ്പോഴാണ് അവൻ എല്ലാരെയും വിളിച്ച് അവൻ യുദ്ധത്തിന് വേണ്ടി പോകുന്നത്. സോ ലാസ്റ്റ് പോയിന്റ് വരെയും അവന് മനസ്സിൽ ഒരു പേടി ഉണ്ടായിരുന്നു. തന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഈ കാര്യം തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതിൽ ഗിദിയോന് വളരെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം ഫസ്റ്റ് പോയിന്റിൽ തന്നെ, ആദ്യത്തെ ആ പോയിന്റിൽ തന്നെ ദൈവം വിളിക്കുന്നത് പരാക്രമശാലി എന്നാണ്. സോ പലപ്പോഴും നമ്മൾ പാസ്റ്റിനെ കുറിച്ചും പ്രസന്റിനെ കുറിച്ചും മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിൽ വെച്ചാണ് നമ്മളുടെ കാര്യങ്ങളെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയും നമ്മളെ കൊണ്ട് ഇത്രയേ ഉള്ളൂ ലിമിറ്റ്, ഇത് കടന്ന് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള രീതിയിലാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും ദൈവം കാണുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ഫ്യൂച്ചറിൽ ചില വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ചില മാസങ്ങൾക്ക് ശേഷം, ചില ദിവസങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിന് നമ്മളെ റെഡിയാക്കുകയും ആ ഫ്യൂച്ചറിൽ നമ്മൾ എന്തായിരിക്കും എന്നാണ് ദൈവം നമ്മളെ ഉദ്ദേശിക്കുകയും അതിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുകയാണ്. പലപ്പോഴും അത് നമ്മൾക്ക് കേൾക്കാൻ കഷ്ടമായി തോന്നും. പക്ഷെ ദൈവം നമ്മളെ കാണുന്നത് ഒരു ഫ്യൂച്ചറിൽ ഉള്ള ഒരാളായിട്ടാണ്. ഫ്യൂച്ചറിൽ എന്തായി തീരും എന്നുള്ളത് അറിഞ്ഞാൽ അതിനെ ആ ലെവലിലാണ് നമ്മളെ വിളിക്കുകയും അതിനനുസരിച്ച് നമ്മൾ നടത്തുകയും ചെയ്യുന്നത് എന്ന് ഗിദിയോന്റെ കാര്യങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ദൈവം എന്തായി നമ്മളെ വിളിക്കുന്നുവോ, നമ്മളെ വിളിക്കുമ്പോൾ തന്നെ നമ്മളെ എന്ത് ചെയ്യണം, ഫ്യൂച്ചറിൽ നമ്മൾ എന്തായി തീരും എന്നുള്ളത് കറക്റ്റായിട്ട് നിലനിർത്തിയിട്ടാണ്, അതനുസരിച്ചാണ് നമ്മളെ ദൈവം വിളിക്കുന്നത്. ഒരു കാര്യം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ തന്നെ ആ കാര്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ ആ കാര്യത്തിലേക്ക് നടത്തുന്നത്. പലപ്പോഴും നമ്മുടെ കണ്ണുകളിൽ അത് കാണാൻ പറ്റിയില്ലെങ്കിലും ദൈവം എല്ലാം കറക്റ്റായി ഒരുക്കി വെച്ചിട്ടാണ് ആ വഴിയിലേക്ക് നമ്മളെ വിടുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. സോ ഇതേ ലെവലിലാണ് നമ്മൾ മോശയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴും ഇതേ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ മോശയുടെ ഒരു കോളിംഗ്, ദൈവം മോശയെ വിളിക്കുന്ന ആ വിളിയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന അതേ പ്രശ്നം തന്നെയാണ് മോശയുടെ ജീവിതത്തിലും നമ്മൾ കാണാൻ പറ്റുന്നത്. എന്താന്ന് വെച്ചാൽ മോശയെ വിളിക്കുമ്പോൾ തന്നെ മോശ പറയുന്നത്, എനിക്ക് ഞാൻ സംസാരിക്കാനുള്ള വലിയ കഴിവുള്ള ആളല്ല, അതേപോലെ എന്നെക്കാട്ടിലും വേറെ നല്ല ആൾക്കാരുണ്ട്, വലിയ ടാലന്റഡ് ഉള്ള ആൾക്കാരുണ്ട്, യുദ്ധം പഠിച്ച ആൾക്കാരുണ്ട്, ഞാൻ വെറുതെ ഈ ആടും മേച്ചിട്ട് നടക്കുന്ന ആളാണ്, എന്നെ കൊണ്ട് അവിടെ കൊണ്ട് എന്ത് ചെയ്യാനാ, ഞാൻ ഈ മീഡിയാനിൽ നല്ലോണം സമാധാനമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, എന്നെ കൊണ്ട് നിങ്ങൾ വിളിച്ചിട്ട് പോയി അവിടെ ഇസ്രയേൽ ജനങ്ങൾ ഇത്രയും വലിയ കൂട്ടത്തെ ഞാൻ വിളിച്ചുകൊണ്ടുപോയി കാനാനിലേക്ക് വിടുക എന്ന് പറയുന്നത്, അതും ഈജിപ്റ്റ് പോലത്തെ അത്രയും വലിയ ഒരു രാജ്യത്തിന്റെ ഒരു പിടിയിൽ നിന്നും അവരെ വിടുവിച്ച് ഞാൻ കൊണ്ടുപോയി ഉള്ളിലേക്ക് വിടണമെങ്കിൽ അത് എന്നെ കൊണ്ട് കഴിയുമോ എന്ന് എനിക്കറിയില്ല. എന്നെക്കാട്ടിലും നല്ല ടാലന്റ് ആയിട്ടുള്ള ആരെങ്കിലും ഒരാളെ അയക്കണമേ, അല്ലെങ്കിൽ ഞാൻ പോയി പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കൂല എന്നുള്ള പല കാര്യങ്ങൾ, പല തടസ്സങ്ങളാണ് മോശ പറയുന്നത്. നമ്മളെ പോലെ പലപ്പോഴും നമ്മളും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങളെ നമുക്ക് ഏൽപ്പിക്കുമ്പോൾ, ചില മിനിസ്ട്രീസ് ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിൽ ഉൾപ്പെടാതെ പല കാര്യങ്ങളും ദൈവം നമ്മളെ ഏൽപ്പിച്ച് ഈ കാര്യം നീ തന്നെ ചെയ്യണമെന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മളും ഇങ്ങനെ പല തടസ്സങ്ങളെ പറയുകയും പല കാര്യങ്ങളിലും അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് ഞാൻ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ നമ്മൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആകാനുള്ള എല്ലാ തന്ത്രങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇതിനൊന്നും യാതൊരു വിധത്തിലും യോഗ്യനല്ല, യാതൊരു വിധത്തിലും എനിക്ക് ഒരു ടാലന്റും ഇല്ല, ഞാൻ വെറും പൊടിയാണ്, ഞാൻ ഒന്നുമില്ല, എന്റെ ഇതിൽ ഏതൊരു ഇതും ഇല്ല എന്ന് പറഞ്ഞ് താഴ്ത്തുകയാണ് എന്നുള്ള ഒരു ചിന്തയോടെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് പലപ്പോഴും ദൈവത്തിനെ നമ്മൾ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ദൈവഹിതത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്ന കാര്യമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ മോശ പറയുന്ന പല കാര്യങ്ങളും കേട്ട് ഫൈനലി ദൈവം കോപിക്കുകയാണ്. കോപിച്ചിട്ട് നിന്റെ സഹോദരനായ അഹരോനെ വിളിച്ചിട്ട് പോവുക, അഹരോൻ നിന്റെ കൂടെ ഇരിക്കും, അഹരോൻ നിനക്ക് വായായിരിക്കും, നീ അവന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൻ പറയും എന്ന് അഹരോനെ കൂടെ ചേർത്ത് വിടുകയാണ്. പക്ഷെ അഹരോൻ കൂടെ ഉണ്ടെങ്കിലും പലപ്പോഴും അത് ദൈവത്തിന്റെ ലിസ്റ്റിൽ പെടാതെ ഒന്നായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അഹരോൻ എന്നുള്ള ആള് ഈ മിനിസ്ട്രിക്ക് ആവശ്യമില്ല, പക്ഷെ മോശ മാത്രം മതിയായിരുന്നു. പക്ഷെ മോശയുടെ ഈ വക ആവശ്യമില്ലാത്ത കുറെ കാരണങ്ങൾ പറഞ്ഞതുകൊണ്ട് അഹരോനെയും കൂടെ ചേർത്ത് വിട്ടു. നമ്മളുടെ ഒരു ചിന്തക്കായിട്ട് ഞാൻ പറയുകയാണ്, ചിലപ്പോ ദൈവവും
മോശയുടെ കാര്യം കേട്ട് മോശയുടെ അവന്റെ ആ തടസ്സങ്ങളെല്ലാം ഏറ്റ് ഓക്കെ, നിനക്ക് പകരം ഞാൻ അഹരോനെ അയക്കാമെന്ന് പറഞ്ഞ് അഹരോനെ അയച്ചിരുന്നെങ്കിൽ അത് കമ്പൽസറി അതൊരു വലിയൊരു തോൽവിക്ക് കാരണമായി തീരും. എന്താ വെച്ചാൽ 40 ദിവസങ്ങൾ മലയിൽ പോയി കൽപ്പനകളെല്ലാം വാങ്ങി തിരിച്ചു വരുന്നതിനുള്ളിൽ ഈ അഹരോൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് നല്ലോണം പഠിച്ച് സുപരിചിതമായി നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ്. ആ ഒരു സ്റ്റാച്ചു റെഡിയാക്കി അവരെ ഫുള്ളും മ്ലേച്ഛമായ ഒരു കാര്യത്തിലേക്കാണ് ഇസ്രായേൽ മക്കളെ അവർ നടത്തുന്നത്. സോ ഒരു 40 days പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് അഹരോൻ. പക്ഷെ ഈ അഹരോനെ ദൈവം ടോട്ടൽ 40 years അവനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ കഥ എങ്ങനെ മാറിയിട്ടുണ്ടാവും വെച്ചാൽ ടോട്ടൽ ഇസ്രായേൽ ജനങ്ങളും ദൈവത്തെ വിട്ട് അകന്ന് ദൂരോട്ട് പോയിട്ടുണ്ടാവും. സോ അത് അറിഞ്ഞ ദൈവമാണ് മോശെ തന്നെ വേണം, അങ്ങനത്തെ ഒരു സഹിഷ്ണുതയും ഒരു ശാന്തമായ ഒരു മനുഷ്യൻ തന്നെ ഇവരെ നടത്തിക്കൊണ്ട് പോകണം എന്ന് മോശയെ സെലക്ട് ചെയ്യാനുള്ള ഒരേ ഒരു കാരണമാണ്. അഹരോനോ അല്ലെങ്കിൽ വേറെ ആരും തന്നെ ആ റോളിന് പറ്റൂല, ആ റോളിന് മോശെ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞാണ് ദൈവം മോസസിനെ സെലക്ട് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ വായിച്ചു വരുമ്പോൾ പലപ്പോഴും മോശെ തന്നെ ഇത്രയും ശാന്തമായ ഒരു മനുഷ്യനാണ്, പക്ഷെ മോശെ പോലും കോപിച്ചിട്ട് ഞാൻ ഇവരെ പ്രസവിച്ചത് അമ്മയാണോ, അല്ലെങ്കിൽ ഞാൻ ഇവരെ നടത്തണോ, ഞാൻ എന്തിനാ നടത്തേണ്ടത്, ഇതെല്ലാം കൊണ്ട് എന്റെ തലയിൽ ഏൽപ്പിച്ചത് എന്തുകൊണ്ട് എന്നെല്ലാം ചോദിക്കണ രീതിയിൽ അത്രയ്ക്ക് ടെൻഷൻ ആകുകയാണ്. അത്രയും ശാന്തമായ ഒരു മനുഷ്യനെ പോലും ഇവർ ടെൻഷനാക്കുന്ന രീതിയിൽ അവർ മുറുമുറുക്കുകയും അവരുടെ സംസാരവും എല്ലാം തന്നെ മോശയെ പോലും ടെൻഷനായി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന എത്ര വലിയ പ്രഷറാണ് മോശയ്ക്ക് മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് തീർത്തും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ദൈവം മോശയെ സെലക്ട് ചെയ്തത്. സോ ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മളെ ദൈവം സെലക്ട് ചെയ്യുകയും നമ്മളുടെ അടുത്ത് ഏൽപ്പിക്കുന്ന മിനിസ്ട്രീസും പലപ്പോഴും നമ്മളെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിന് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ദൈവം നമ്മളെ സെലക്ട് ചെയ്യുന്നത്. ഇത് അറിയാതെ നമ്മൾ അതിന് തടസ്സങ്ങളും അതിന് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ തള്ളി നീക്കുമ്പോൾ പലപ്പോഴും ഈ അഹരോൻ പോലത്തെ ആൾക്കാരെ നമ്മളുടെ കൂടെ ദൈവം ചേർക്കുകയും ചെയ്യും. അങ്ങനെ ചേർക്കുന്നത് പലപ്പോഴും നമുക്കത് വലിയൊരു തലവേദനയാകും എന്നതിൽ യാതൊരു ഡൗട്ടുമില്ല. സോ ദൈവം നമ്മൾക്ക് ആദ്യം തരുമ്പോൾ തന്നെ അത് ഏൽക്കുന്നതാണ് നല്ലത്. പിന്നെ അതേപോലെ മോശയുടെ അവസാനം നമ്മൾ കാണുമ്പോൾ ഈ ആർക്കും ഇതുവരെയും ബൈബിളിലോ അല്ലെങ്കിൽ ഇതുവരെയും ലോകത്തിൽ ആർക്കും കിട്ടാത്ത വലിയ ഭാഗ്യമാണ് മോശയ്ക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ മോശയുടെ 120 വയസ്സിൽ പോലും അവന്റെ ബലം കുറഞ്ഞില്ല, അതേപോലെ അവന്റെ ഐസൈറ്റിന് ഒരു പ്രശ്നവും ഇല്ല, അതുപോലെ യാതൊരു പ്രശ്നവും ശരീരത്തിൽ ഇല്ലാതെ നല്ലോണം നല്ല ഒരു ബലത്തോടെയാണ് മോശ ഉണ്ടായിരുന്നത്. അതുപോലെ അവന് മരണത്തിന് ശേഷവും അവന്റെ അടക്കാരാധന പോലും ദൈവം നേരിട്ട് വന്ന് നടത്തി എന്നുള്ളതാണ് നമ്മൾ വായിക്കാൻ സാധിക്കുന്നത്. സോ നമ്മൾ ലാസ്റ്റായി ഈ കാര്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ മോശയെ പോലത്തെ ഒരു മനുഷ്യനെ അതിനു മുമ്പുമില്ല അതിന് ശേഷവുമില്ല. ദൈവവുമായി മുഖാമുഖമായി സംസാരിച്ച ഒരു മനുഷ്യൻ ഇതുവരെ അവനെ പോലെ ഇല്ല എന്നാണ് നമ്മൾ വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗ്യമായ ഒരു മിനിസ്ട്രിയിലേക്കാണ് മോശയെ വിളിച്ചത്. സോ ആ മിനിസ്ട്രിയിൽ മോശയെ മിസ്സായിരുന്നെങ്കിൽ അതൊരു വലിയ മിസ്സിങ് എന്നതായി അവന്റെ ജീവിതത്തിലല്ല ഈ ലോക ജീവിതത്തിൽ ആർക്കും കിട്ടാത്ത ഒരു വലിയ ഭാഗ്യം തന്നെ മോശയ്ക്ക് മിസ്സായിട്ടുണ്ടാവും. പക്ഷെ ദൈവം അങ്ങനെ അനുവദിച്ചില്ല. മോശ തന്നെ ആ റോളിലേക്ക് കൊണ്ടുവരികയും മോശയ്ക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യുകയും ചെയ്തു എന്ന് തന്നെ കാണാം. സോ അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം തരുന്ന കാര്യങ്ങൾ, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ ചെയ്യുമ്പോൾ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ അതിശയവും അത്ഭുതവുമായിരിക്കും എന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല. സോ ഇതേപോലത്തെ ഇന്നൊരു മനുഷ്യനായിരുന്നു ആരാണെന്ന് ചോദിച്ചാൽ യോനയെ കുറിച്ച് നമ്മൾ വായിക്കാൻ സാധിക്കുന്നത്. സോ യോനയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ യോനയുടെ കോളിങ് നിനിവയിലേക്ക് പോകാനാണ്. പക്ഷെ യോപ്പയിൽ നിന്നും കൂലി കൊടുത്ത് അവൻ ഷിപ്പിൽ കയറി നേരെ തർശീശിലേക്ക് പോവുകയാണ്. തർശീശിലേക്ക് പോകുമ്പോഴും അത്രയും കടലിൽ അത്രയും കുഴപ്പങ്ങൾ വന്നിട്ടും ഒരു വാക്കുപോലും യോന പ്രാർത്ഥിച്ചതായി നമ്മൾ കാണാൻ സാധിക്കുന്നില്ല. എല്ലാരും പ്രാർത്ഥിക്കുന്നു, എല്ലാരും അവരവരുടെ ദൈവങ്ങളെ വിളിച്ചു എന്ന് നമ്മൾ കാണുമ്പോഴും
യോന പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതെല്ലാം സന്ദർഭങ്ങൾ കഴിഞ്ഞ് ചീട്ടിട്ട് യോനയുടെ തലയിൽ തന്നെ വീണു. എന്നാൽ യോനയോട് ചോദിക്കുമ്പോൾ എല്ലാം പറഞ്ഞിട്ട് എന്നെ പൊക്കി കടലിലേക്ക് ഇട്ടേര്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കഴിയും എന്ന് പറയുന്നു. സോ മറ്റവർക്ക് എല്ലാവർക്കും സൊല്യൂഷൻ ആയി. പക്ഷെ ഞാൻ എന്ത് ചെയ്താലും ശരി, എന്നെ എത്ര തല്ലിയാലും ശരി, ഞാൻ അങ്ങാട് പോകൂല എന്നുള്ള രീതിയിൽ, ഞാൻ എങ്ങനെയെങ്കിലും ഈ കടലിലോട്ട് ചാടി ചത്താ മതി എന്നുള്ള രീതിയിലാണ് കടലിലോട്ട് പൊക്കിയിടാൻ പറയുന്നത്. പക്ഷെ കടലിലോട്ട് പോയി വീണാലും അവിടെ ഒരു മീനെ കർത്താവ് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ ആള് ഉള്ളിലോട്ട് വീണ ഉടനെ വന്ന് അവനെ വിഴുങ്ങി ഉള്ളിൽ പോയി വയറ്റിൽ 3 ദിവസം, മീനിന്റെ വയറ്റിൽ 3 ദിവസം ഇരിക്കുമ്പോഴാണ് അവൻ ദൈവത്തെ നോക്കി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അവിടെയാണ് ദൈവത്തെ നോക്കി വിളിച്ച് തന്റെ മിനിസ്ട്രിക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. സോ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നിനിവയിലേക്ക് പോവുകയും പ്രസംഗിക്കുകയും ആ നിനിവയിലുള്ള ജനങ്ങൾ എല്ലാവരും തന്നെ, രാജാവ് മുതൽ അവസാനത്തെ പ്രജ വരെയും എല്ലാവരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ കണ്ണിൽ നിന്നും അവര് ദയ കിട്ടുകയും ആ വലിയ ഒരു പനിഷ്മെന്റിൽ നിന്നും അവര് രക്ഷപ്പെടുകയും ഇടയായി. പക്ഷെ യോനയുടെ ജീവിതത്തിൽ പലപ്പോഴും ആ കാര്യം ഒരു സക്സസീവ് ആയിട്ടല്ല തോന്നിയത്. മറിച്ച് യോനയ്ക്ക് അതിന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ യോന വിചാരിച്ചത് യോനയുടെ പ്രസംഗം മൂലം അവരെല്ലാരും തന്നെ ഫൈനലി ജഡ്ജ്മെന്റിലേക്ക് പോകണം എന്നാണ് യോന പ്രതീക്ഷിച്ചത്. പക്ഷെ അതുപോലെ നടന്നില്ല. അതുകൊണ്ട് ആ ജനങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെടാൻ ഇടയായി. സോ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലും ഈ യോനയെ പോലെ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾക്ക് തരുന്ന കാര്യങ്ങളിൽ നിന്നും, നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ അല്ലെങ്കിൽ എല്ലാ മിനിസ്ട്രീസ് എല്ലാത്തിനും തന്നെ എങ്ങനെയെങ്കിലും നമ്മൾ എസ്കേപ്പ് ആയി അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അല്ലെങ്കിൽ ഈ മിനിസ്ട്രീസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്താണ് ലാഭം? ഇപ്പോ ഈ നിനിവയിൽ പോയി പ്രസംഗിക്കുന്നത് കൊണ്ട് യോനയ്ക്ക് ഒന്നും വലിയ ലാഭമൊന്നുമില്ല. ദൈവം പറഞ്ഞു, യോന പോയി പ്രസംഗിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് യോനയുടെ പേരിൽ യാതൊരു വിധമായ ഒരു ക്രെഡിറ്റും ഇല്ല. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ യോന പ്രസംഗിച്ചത് കൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടതാൽ ഇവനൊന്നും വലിയ ലാഭമില്ല. അതുകൊണ്ട് യോനക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. സോ അതുപോലെ ഞാൻ ഈ മിനിസ്ട്രി ചെയ്യുകയും, ട്രാക്സ് മിനിസ്ട്രിയോ സൺഡേ സ്കൂൾ മിനിസ്ട്രിയോ അല്ലെങ്കിൽ ചർച്ചിലുള്ള മിനിസ്ട്രികളോ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്താ ലാഭം, എനിക്കെന്ത് അനുഗ്രഹം കിട്ടും, അല്ലെങ്കിൽ എന്റെ പേര് എങ്ങനെ വരും, പുറത്തോട്ട് വരില്ല എന്നുള്ള രീതിയിൽ ഞാൻ അത് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അല്ലെങ്കിൽ ഞാൻ അതിന് മുന്നേ നിൽക്കുകയില്ല. ഞാൻ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് മാറി വേറെ സ്ഥലത്തോട്ട് ഞാൻ പോകും എന്നുള്ള രീതിയിൽ നമ്മൾ മാറി അവിടെ നിന്ന് മാറി പോകാൻ നമ്മൾ ആഗ്രഹിച്ചാലും പലപ്പോഴും ദൈവം നമ്മളെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യും. എന്നുവെച്ചാൽ യോന പോയി അവിടെ പ്രസംഗിച്ചാൽ മാത്രമേ അവിടെ ആ മാനസാന്തരം ഉണ്ടാകുകയുള്ളൂ. ആ ജനങ്ങൾ ദൈവത്തിലേക്ക് അടുക്കാനും ഇടയാകും എന്നുള്ളത് ദൈവത്തിന് നല്ലോണം അറിയാം. പലപ്പോഴും യോനയായ നമുക്ക് ആ കാര്യങ്ങൾ അറിയില്ല. എന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദൈവത്തിന്റെ ക്രിയകൾ എന്താണെന്ന് ദൈവത്തിന് നല്ലോണം അറിയാം. അതുമൂലമായി നടക്കാൻ ഉള്ള കാര്യങ്ങളെ പറ്റിയും ദൈവത്തിന് നല്ലോണം ബോധമുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്താണ് ലാഭം എന്ന് നോക്കാതെ അത് ദൈവത്തിന്റെ ഹിതമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് അതിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ള രീതിയിൽ ദൈവത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞ് നമ്മൾ അതിനനുസരിച്ച് ചെയ്യുമ്പോഴാണ് ആ മിനിസ്ട്രിയിൽ ഒരു വലിയൊരു സക്സസ് ഉണ്ടാകുന്നത്. സോ ഇതേ ലിസ്റ്റിൽ അവസാനമായി നമ്മൾ കാണുന്ന ഒരു മനുഷ്യനാണ് ഇസ്രായേൽ ജനത്തിന്റെ ആദ്യത്തെ രാജാവായ ശൗലിനെ കുറിച്ച്. ശൗല് തന്റെ അപ്പനായ കീശിന്റെ കഴുതകളെ അന്വേഷിച്ചു പോവുകയാണ്. അവൻ ദേശം അറിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞു നോക്കിയിട്ടും കഴുതയെ കിട്ടിയില്ല. അവസാനമായി ശമൂവേലിന്റെ അടുത്ത് പോയിട്ട് കഴുതയെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി പോയ മനുഷ്യനാണ്. പക്ഷെ ദൈവാലോചന മൂലം ശൗലിനെ രാജാവായിട്ട് അഭിഷേകിക്കുകയാണ്. സോ അഭിഷേകിക്കപ്പെട്ട ശൗല് അഭിഷേകിക്കുന്നതിന് മുമ്പ് ശൗല് പറയുന്ന ഒരു വാക്കാണ്, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ അവസാന ഗോത്രമായ ബെന്യാമിൻ ഗോത്രത്തിൽ ഏറ്റവും ചെറിയ കുടുംബമായ എന്റെ കുടുംബത്തിൽ എന്നെ അഭിഷേകിക്കാൻ കാരണം എന്താണ്? ഞാൻ അതിന് യോഗ്യനല്ല എന്ന് തന്നെ താഴ്ത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ താഴ്ത്തിയാലും പലപ്പോഴും നീ തന്നെയാണ് രാജാവ്, ദൈവം നിന്നെ തന്നെയാണ് സെലക്ട് ചെയ്തേക്കണമെന്നാണ് നമ്മൾ അവിടെ വായിക്കാൻ ഇടയാകുന്നു. അങ്ങനെ അഭിഷേകിക്കുകയും ചെയ്യപ്പെടുന്നു. പക്ഷെ എല്ലാ ഗോത്രങ്ങളെയും വിളിച്ച്, ഞങ്ങൾക്ക് മുൻപാകെ ശൗലിനെ അഭിഷേകം ചെയ്യണമെന്ന് ശൗല് വിളിക്കുമ്പോൾ
ശൗല് മുമ്പിലേക്ക് വരാതെ തട്ടിമറിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ആലോചന പ്രകാരം അവൻ പാത്രങ്ങളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്നത് അറിഞ്ഞ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരികയും അവൻ എല്ലാവരുടെ മുമ്പിലും അഭിഷേകിക്കുകയും ചെയ്തു. അങ്ങനെ അഭിഷേകിക്കപ്പെട്ട ശൗല് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി തീരുകയും ചെയ്യുന്നു. സോ പലപ്പോഴും നമ്മള് മാറി മറിയുകയും നമ്മളിൽ നിന്ന് എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ ആ കോളിങ്ങിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയും, അല്ലെങ്കിൽ എനിക്ക് യാതൊരു ടാലന്റും ഇല്ല, ഇതിന് യാതൊരു വിധത്തിലും ഞാൻ യോഗ്യനല്ല, ഞാൻ എന്നെ കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും അതിനുള്ള യോഗ്യത എനിക്ക് ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചാലും ആ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് മാത്രമേ ചെയ്യൂ. അത് എവിടെ പോയി ഒളിഞ്ഞിരുന്നാലും അവിടെ നിന്ന് വിളിച്ചിട്ട് വന്ന് എല്ലാവരും മുൻപാകെ നമ്മളെ അഭിഷേകിക്കുകയും ആ കാര്യത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. അത് ശൗലിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ 4 വ്യക്തികളിൽ നിന്നും നാം അറിയാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്, ദൈവം നമ്മളെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് മാത്രമേ ചെയ്യൂ. അത് വലിയ ഒരു അനുഗ്രഹത്തിന് പല ജനങ്ങൾക്കും അത് ഒരു വലിയ അനുഗ്രഹമായി തീരും എന്നതിൽ യാതൊരു വിധമായ ഡൗട്ടുമില്ല. പക്ഷെ അതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ ആലോചിക്കരുത്. അതിന് ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ഡൗട്ട് വരരുത്. നമ്മൾ അതിന് പല തടസ്സങ്ങൾ നമ്മൾ തന്നെ പല തടസ്സങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറണം എന്ന് ആഗ്രഹിക്കരുത്. അതേപോലെ എന്നെക്കാളും ടാലന്റ് ആയിട്ടുള്ള വേറെ ആരെങ്കിലും നിയമിക്കണമേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കരുത്. ഇതെല്ലാത്തിനും ശേഷം ഇതിനൊന്നും യാതൊരു വിധത്തിലും ഞാൻ യോഗ്യനല്ല, എൻ്റെ കുടുംബമോ എൻ്റെ ജീവിതമോ ഇതിന് യാതൊരു വിധത്തിലും യോഗ്യതയല്ല എന്ന് നമ്മളെ താഴ്ത്തുക എന്ന പേരിൽ നമ്മൾ അവിടെ നിന്ന് മാറാനും ആലോചിക്കരുത്. അങ്ങനെ ആലോചിച്ചാലും ദൈവം വിടുന്ന ആളല്ല. ദൈവം നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് മാത്രമേ ചെയ്യൂ. അത് നമ്മളെ ഫ്യൂച്ചർ അറിഞ്ഞ് ദൈവം ചെയ്യുന്ന ഒരു ക്രിയകളാണ്. പക്ഷെ ഈ 4 വ്യക്തികളിലും ആദ്യത്തെ 2 പേർ എന്ന് വെച്ചാൽ ഗിദിയോനും മോശയും ദൈവഹിതപ്രകാരം അവർ ആ കൊടുത്ത മിനിസ്ട്രിയെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ അവർ അവസാനം വരെയും ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്തിലേക്ക് അവർ നീങ്ങുകയും ദൈവം അവരെ ഉയർത്തുകയും ചെയ്തു. അവരുടെ എൻഡിങ് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ മറ്റേ 2 പേരും, യോനയാകട്ടെ ശൗലാകട്ടെ, 2 പേരുടെ ജീവിതത്തിലും അവസാനം അതൊരു വലിയൊരു വീഴ്ചക്ക് കാരണമായി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ യോനയുടെ ജീവിതത്തിൽ യോന പ്രസംഗിച്ച പ്രകാരം അല്ലെങ്കിൽ യോന പ്രവചിച്ച പ്രകാരം അവിടെ നടന്നില്ല എന്നുള്ളതിൽ വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയി. തന്നെ ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് ഒരു വലിയ പ്രവാചകനായി മാറ്റിയല്ലോ എന്നുള്ള കാര്യത്തിൽ അവന് വലിയ സന്തോഷമില്ല. മറിച്ച് ഈ ജനങ്ങൾ ആരും തന്നെ ഒരുത്തൻ മരിച്ചില്ല. എല്ലാവരും അവൻ മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം അവരെ ക്ഷമിച്ചു. അങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു. അവര് മരിക്കുന്നത് ഞാൻ കാണണമായിരുന്നു എന്ന് അവൻ ആഗ്രഹിച്ചു. പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ യോനയുടെ പുസ്തകം ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് തീരുന്നത്. ആ വചനങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വലിയ സങ്കടമില്ലയോ എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് യോനയുടെ പുസ്തകം തീരുന്നത്. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അതൊരു സന്തോഷത്തിലല്ല, അവന്റെ എൻഡിങ് വളരെ ദുഃഖത്തിലും ഒരു കേൾവിയിലുമാണ് അവന്റെ എൻഡിങ് ഇരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു എൻഡിങ് നമ്മൾക്ക് ഉണ്ടാകരുത്. നമുക്ക് കൊടുക്കുന്ന മിനിസ്ട്രീസിലും ശരി, നമുക്ക് തന്ന ടാലന്റ്സിലും ശരി, നമുക്ക് തരുന്ന എല്ലാ കാര്യങ്ങളിലും ശരി, എനിക്ക് ഇതിൽ ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ ഇത് നടന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ദൈവം ഈ മിനിസ്ട്രിയൊക്കെ തന്നപ്പോ അല്ലെങ്കിൽ ഈ ടാലന്റ് ഒക്കെ കൊണ്ട് ഞാൻ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് നടക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ അത് നടന്നില്ല, അതുകൊണ്ട് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞ് അതിൽ ഡിസപ്പോയിന്റ്മെന്റ് കാണരുത്. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അത് നമ്മുടെ തോൽവിയുടെ അടയാളമായിരിക്കും. അതുപോലെ ശൗലിന്റെ ജീവിതത്തിലും ആദ്യ കാലങ്ങളിൽ വളരെ താഴ്മയുള്ള മനുഷ്യനായും അവന്റെ എല്ലാവരുടെ മുമ്പിലും വെച്ച് അത്ര വലിയ ആളല്ലെങ്കിലും ദൈവം അവനെ മാനിക്കുകയും ഉയർത്തുകയും രാജാവായി ഉയർത്തിയ ശേഷം രാജാവായ ശേഷം അവൻ്റെ താഴ്മയെല്ലാം പോയി, അവന്റെ എല്ലാ കാര്യങ്ങളും മാറി തന്റെ രാജ്യം എങ്ങനെയെങ്കിലും അവൻ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥാപിക്കണം എന്നുള്ള രീതിയിൽ ദാവീദിനെയും അല്ല എല്ലാരെയും തന്നെ പലരെയും അവൻ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവന്റെ എൻഡിങ് പോലും ഒരു സൂസൈഡൽ എൻഡിങ് ആയിരുന്നു. അവന്റെ എൻഡിങ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എൻഡിങ് അല്ല. ദൈവത്തിൽ നിന്നും അഭിഷേകം പ്രാപിച്ച ഒരു മനുഷ്യനാണ്. പിന്നീട് ദൈവത്തിൽ നിന്ന് തന്നെ ഒരു ദുരാത്മാവ് വന്ന് ശൗലിനെ പിടിച്ചതായും നമ്മൾ വായിക്കാൻ ഇടയാകുന്നു. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ ആ പോക്ക് തന്നെ ടോട്ടലി ചേഞ്ച് ആയി തന്റെ സ്വന്തം ഇഷ്ടത്തിലേക്ക് അവൻ പോകാൻ ഇടയായി.
അതുകൊണ്ട് തന്നെ അവന്റെ എൻഡിങ് ഒരു ട്രാജഡി ആയിട്ടുള്ള ഒരു എൻഡിങ് ആയി തീരാൻ ഇടയായി. സോ അങ്ങനത്തെ ഒരു എൻഡിങ്ങും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമുക്ക് തരുന്ന ഈ മിനിസ്ട്രീസ് മൂലം നമ്മൾക്ക് ദൈവം തരുന്ന കാര്യങ്ങളും ദൈവം തരുന്ന പുകഴ്ചയും എല്ലാം തന്നെ അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനോ അല്ലെങ്കിൽ സ്വന്തം ഹിതപ്രകാരമോ നമ്മൾ നടക്കാനല്ല, മറിച്ച് ദൈവം നമ്മളെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതേ ലൈനിൽ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ നമ്മളെ കൊണ്ട് ദൈവം ചെയ്ത കാര്യങ്ങളെ തന്നെ നമ്മൾ വലുതായി പറയുകയും അതൊരു വലിയ കാര്യമാക്കി തീർക്കുകയും മറ്റവരെ എല്ലാരെയും അടിച്ചിരുത്തുകയും നമ്മളുടെ പിന്നാലെ വരുന്ന ദാവീദ് പോലത്തെ ആൾക്കാരെ എല്ലാരെയും അടിച്ചിരുത്തുകയും അവർ യാതൊരു വിധത്തിലും മുന്നേ വരരുത് എന്നുള്ള രീതിയിൽ അവരെല്ലാം നശിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ വീഴ്ച ശൗലിന്റെ വീഴ്ച പോലെ തന്നെ ഇരിക്കും. സോ അങ്ങനത്തെ ഒരു സ്ഥിതിയും നമുക്ക് ഉണ്ടാകരുത്. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വലുതായിരിക്കും. അതിന്റെ കോളിങ്ങും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമായിരിക്കും, വളരെ വലുതായിരിക്കും. നമ്മൾ ഊഹിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ദൈവം നമ്മളെ കൊടുക്കുന്നത്. പക്ഷെ അത് ചെയ്ത് നമ്മൾ ഉയർച്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ സന്ദർഭത്തിലും ആ ദൈവം തന്ന ആ വിളിയുടെ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. ആ താഴ്മയും ആ വിനയതയും എല്ലാം തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മോശയുടെ എൻഡിങ് പോലെയും ഗിദിയോന്റെ എൻഡിങ് പോലെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മുടെ എൻഡിങ് യോനയെ പോലെ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതായും അല്ലെങ്കിൽ ശൗലിനെ പോലെ ട്രാജഡിയായിട്ടുള്ള എൻഡിങ് ആയും തീരും. സോ അതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ അങ്ങനെ ചെയ്ത് ദൈവത്തിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ദൈവം തരുന്ന മിനിസ്ട്രീസ് സന്തോഷമായി ചെയ്യാം, ദൈവനാമത്തിന് വേണ്ടി ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാട്ടെ. ഈ മെസ്സേജ് നിങ്ങൾക്ക് വളരെ പ്രയോജനമായിരിക്കുന്നു കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ മെസ്സേജുകളെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ arraysunshine.in എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് എല്ലാവർക്കും തന്നെ മെസ്സേജ് ഷെയർ ചെയ്യുക. കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഇടുക. അതുപോലെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ arraysunshine09@gmail.com എന്നുള്ള മെയിൽ ഐ ഡിക്ക് ഞങ്ങൾക്ക് മെയിൽ അയക്കുക. ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെടുന്നതാണ്. ദൈവം നമ്മളെ സഹായിക്കും.